നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDA എന്ന് നമ്മൾ വേഗത്തിൽ പറയുകയും IRDAI എന്ന ചുരുക്കപ്പേര് പൂർണ്ണമായ ചുരുക്കപ്പേരോട് കൂടിയതുമായ അതോറിറ്റി രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും മികവുറ്റ രീതിയിൽ മുന്നേറുന്ന ഇൻഷുറൻസ് കമ്പനികളെ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻഷുറർ അഥവാ DSII എന്നുള്ള ഒരു കീർത്തിമുദ്ര കൊടുക്കാറുണ്ട്. 2021 മുതലാണ് IRDAI ഇങ്ങനെ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻഷുറർ എന്നുള്ള പദവിക്ക് ഇൻഷുറൻസ് കമ്പനികളെ തിരഞ്ഞെടുത്തു തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ 2021 മുതൽ തന്നെ നിരന്തരമായി സ്ഥിരമായി എല്ലാ വർഷവും DSII എന്നുള്ള ആ സ്റ്റേറ്റസിന് അർഹമാവുന്ന ഒരു കമ്പനിയാണ് LIC ഓഫ് ഇന്ത്യ. ഒപ്പം ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് പ്രശസ്തരായ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വീണ്ടും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് നൽകുന്ന സ്ഥാപനമായ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ GICയും ഈ DSII പദവിക്ക് അർഹമാകാറുണ്ട്. എല്ലാ വർഷവും ഈ 3 കമ്പനികൾ LIC ഓഫ് ഇന്ത്യ, ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, അതുപോലെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ GIC, ഈ 3 കമ്പനികളാണ് ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻഷുറർ എന്നുള്ള പദവിക്ക് അർഹമാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മാർച്ച് മാസം 2025 മാർച്ച് മാസം 12-ാം തീയതി IRDAIയുടെ 129ാമത് യോഗം കഴിഞ്ഞ് ഈ വർഷത്തെ 2024-25 ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻഷുറർ എന്നുള്ള പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. അതിലും LIC ഓഫ് ഇന്ത്യ തന്നെയാണ് ഒന്നാമത്. ഒപ്പം ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡും അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ GICയും പട്ടികയിലുണ്ട്. അപ്പോൾ ഈ നിരന്തരമായി ഈ 3 കമ്പനികളും ഇങ്ങനെ മുന്നേറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ആശയ അഭിലാഷങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സേവനങ്ങളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളും നൽകാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ജനങ്ങളുടെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ പോളിസി ഉടമകളുടെ സ്നേഹവും പിന്തുണയുമില്ലാതെ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നിരന്തരമായി മുന്നേറാൻ സാധിക്കില്ല. ഈ 3 കമ്പനികളുടെയും വളർച്ച എന്ന് പറയുന്നത് നേരിട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആക്കം പകരുന്നു. നേരെ മറിച്ച് ഈ 3 കമ്പനികളുടെ ഏതെങ്കിലും തരത്തിലുള്ള അപജയം എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു തകർച്ചയ്ക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇവയുടെ ശക്തമായ കരുത്തുറ്റ നിലനിൽപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് IRDAയും ഈ 3 കമ്പനികളെയും കാണുന്നതും. ഈ 3 കമ്പനികളെയും നിരന്തരമായി നിരീക്ഷിക്കുകയും IRDAയുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം ഈ 3 കമ്പനികൾ വളരെ കൃത്യതയോടെ പരിപാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ 3 കമ്പനികളുടെ ഏത് തരത്തിലുള്ള അപജയവും ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് തന്നെ തിരിച്ചടിയാകും. അതുകൊണ്ട് ഈ 3 കമ്പനികളും മുന്നേറുന്നു, അവ കരുത്തോടെ മുന്നേറുന്നു. ആ കരുത്തിൻ്റെ ഒരു അലയൊലി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 3 കമ്പനികളെയും ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻഷുറർ എന്നുള്ള പദവി നൽകി അംഗീകരിച്ചിരിക്കുന്നത്. ഇവരെ നമുക്കൊരു സ്കൂളിലെ മിടുക്കരായ വിദ്യാർത്ഥികളോട് ഉപമിക്കാവുന്നതാണ്. ഏറ്റവും മിടുമിടുക്കരായ 3 വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികളുടെ മേൽക്കുമേൽ വളർച്ച എന്ന് പറയുന്നത് ആ സ്കൂൾ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്, കൺസേണാണ്. അതുകൊണ്ട് എന്താണ് ഈ സ്കൂൾ സമൂഹം, അധ്യാപകരും ആ സ്കൂളിലെ പ്രധാന അധ്യാപകനും എല്ലാവരും രക്ഷകർത്താക്കളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 3 കുട്ടികളെ നന്നായി നിരീക്ഷിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യും. അത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അവരോടൊപ്പം എത്താനുള്ള പ്രചോദനമായി തീരണം എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. ഇവിടെ LIC ഓഫ് ഇന്ത്യ, ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ GIC, ഈ 3 കമ്പനികളും മിടുമിടുക്കരാണ്. അവരെ മിടുമിടുക്കരായി IRDAI വർഷാവർഷം 2021 മുതൽ സ്ഥിരമായി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് പിന്നാലെ മറ്റ് കമ്പനികളും ഈ മികവിൻ്റെ പാതയിൽ വളർന്നു വരണം, പിന്തുടരണം എന്നുള്ളതാണ്
ഇതിൽ ഏറ്റവും സാങ്കത്യമായിട്ടുള്ള വസ്തുത. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പൊതുജനങ്ങളൊന്നും നിരന്തരം ഇടപെടുന്ന ഒരു സ്ഥാപനമല്ല. നേരെ മറിച്ച് അത് ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ നഷ്ടസാധ്യതകൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് വാങ്ങും. അത് വാങ്ങുന്ന ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് GIC അഥവാ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. GIC റീ എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കപ്പേര്. അപ്പോൾ റീ ഇൻഷുറൻസ് നൽകുന്ന ആ പ്രസ്ഥാനവും ഇൻഷുറൻസ് രംഗത്തിൻ്റെ കരുത്തായി നിലകൊള്ളുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, LIC, NIC അഥവാ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എന്നിവയുടെ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ ആണ് വാങ്ങിയിരിക്കുന്നതെങ്കിൽ ആ പോളിസി ഉടമകൾക്ക് ഒരു കാര്യത്തിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം. അവർ അത് വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻഷുറർ എന്ന പദവി നേടിയ 2 കമ്പനികളിൽ നിന്നാണ് അത് ആ പോളിസികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ സന്തോഷവും ആ സമാധാനവും ആ സംതൃപ്തിയും. നന്ദി.